നമ്മളെന്താ ഉണ്ടാക്കാൻ പോണേ കുഞ്ഞാ? എന്താ ഉണ്ടാക്കാൻ പോണേ? പനീർ ബട്ടർ മസാല. അപ്പൊ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാന്ന് പറ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് പിന്നീട് ഇതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ബട്ടറിൻ്റെ സ്പെഷ്യൽ നമ്മൾ ഹോം മെയ്ഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. നമ്മൾ ഈ പനീർ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ക്രിസ്പി ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഫുൾ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് നെക്സ്റ്റ് ആ ഓയിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് സവാള, തക്കാളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആവശ്യത്തിന് വേണ്ട സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലേക്കാണ്. ഇതിലേക്ക് നമ്മൾ ചില്ലി പൗഡർ, ടർമറിക്, അതേപോലെ ചിക്കൻ മസാല അത് മസ്റ്റായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിച്ചെപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പ്രോസസ്സിംഗ് ഒന്നും നമ്മൾ മിസ് ചെയ്യരുത് കേട്ടോ. ഇതിൽ പട്ട, ഗ്രാമ്പു യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ കറിക്ക് തന്നെ ഭയങ്കര ഡിഫറെൻറ്റ് തോന്നും. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. ഈ പേസ്റ്റ് അരച്ച് വെച്ച മിക്സ് നമ്മൾ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ലൂസ് കൺസിസ്റ്റൻസി ആവരുത്, കുറച്ച് തിക്നെസ് വേണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ പനീർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റോസ്റ്റഡ് മിക്സും പനീറും നന്നായിട്ട് ബ്ലെൻഡ് ആവണം കേട്ടോ. ബ്ലെൻഡ് ആവുന്നത് വരെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മിക്സ് അടി പിടിക്കാൻ നന്നായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ പനീർ ബട്ടർ മസാലയിൽ നമ്മൾ കൂടുതൽ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. പ്രത്യേകിച്ച് നമ്മൾ കിഡ്സിനൊക്കെ പറ്റിയ ഡിഷാണ് കേട്ടോ ഇത്. ഈ ഒരു പനീർ ബട്ടർ മസാല പൊറാട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു ഡിഷ് കുക്കായിട്ട് വന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ലാസ്റ്റ് പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കേട്ടോ. ക്രിസ്പി ബട്ടറിൻ്റെ ടേസ്റ്റ് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.